അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെയാണ് ഗായകൻ സലീം കൊടുത്തൂരും മകൾ ഹന്നയും മലയാളികൾക്ക് സുപരിചിതയായി മാറുന്നത്. ജന്മനാ തന്നെ ചില ശാരീരിക പ്രശ്നങ്ങളുള്ള ഹന്ന ഇതിനകം സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതയുമാണ്. ഹന്നയ്ക്ക് പ്രായത്തിനൊത്ത വളർച്ചയില്ല എന്നാണ് പലരും കരുതിയതെങ്കിൽ പോലും ഹന്നമോളുടെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് സലീം കൊടുത്തൂർ. ഇപ്പോൾ എല്ലാ മാതാപിതാക്കളെയും പോലെയും തങ്ങളുടെ വലിയൊരു ആഗ്രഹം നടന്നു എന്ന് പറഞ്ഞൊരു വീഡിയോയുമായിട്ടാണ് സലീമും മകൾ ഹന്നയും എത്തിയിരിക്കുന്നത്. മകൾ വയസ്സറിയിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകളെക്കുറിച്ചും യൂട്യൂബിലൂടെ പങ്കുവച്ച വീഡിയോയിൽ സലീം കൊടുത്തൂർ സംസാരിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സലീം കൊടുത്തൂർ സംസാരിച്ചു തുടങ്ങുന്നത്. ഏതൊരു മാതാപിതാക്കളുടെയും ജീവിതത്തിലെ സന്തോഷ ദിവസമാണിത്. തങ്ങളുടെ ഹന്നമോൾ വലിയ കുട്ടിയായിരിക്കുന്നു, പ്രായപൂർത്തിയായെന്നൊക്കെ പറയാം. എന്നാൽ പക്ഷെ പണ്ടുകാലത്ത് വലിയ ചടങ്ങായിട്ടാണ് ഇതൊക്കെ നടത്തിയിരുന്നത്. ഇന്ന് അത്രയും ആഘോഷങ്ങളൊന്നും തന്നെയില്ല. ഹന്നമോളുടേതായതുകൊണ്ട് തങ്ങൾ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഹന്നമോളുടെ ജീവിതത്തിലെ ഓരോന്നും നിങ്ങളുമായി താൻ പങ്കുവച്ചിരുന്നു. അവളുടെ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങൾ തന്ന പിന്തുണയാണ്. അതുകൊണ്ടാണ് ഈ വിശേഷവും നിങ്ങളോടായി പറയുന്നതെന്നാണ് സലീം കൊടുത്തൂർ പറയുന്നത്. ഹന്നമോളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണമെന്ന് പലരും തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ജീവിതത്തിൽ അവൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണെന്നാണ് ആരാധകരോടായി സലീം കൊടുത്തൂർ പറയുന്നത്. മകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഹന്നമോൾ വലിയ കുട്ടിയാകുമ്പോൾ പറയണമെന്ന് തന്നോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ മകൾ വയസ്സറിയിച്ച ദിവസം അത് പറയാതിരുന്നത് മകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണെന്ന് കൂടി പറയുകയാണ് സലീം കൊടുത്തൂർ. എന്നിരുന്നാലും ഈ ഒരു ദിവസം അത് പറയാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും സലീം കൊടുത്തൂർ കൂട്ടിച്ചേർത്തു. 9-10 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ വയസ്സറിയിച്ചില്ലല്ലോ എന്നൊരു ആദി എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകും. അതുപോലൊരു ടെൻഷൻ ഹന്നയുടെ കാര്യത്തിൽ തങ്ങൾക്കും ഉണ്ടായിരുന്നെന്നും സലീം കൊടുത്തൂർ സൂചിപ്പിക്കുന്നു. എന്നാൽ പക്ഷേ മകൾ അത് ആകേണ്ട കറക്റ്റ് പ്രായത്തിൽ തന്നെ ആയിരിക്കുകയാണ് ഇപ്പോൾ. തങ്ങളുടെ മനസ്സിൽ ഹന്നമോൾ എന്നിരുന്നാലും ചെറിയൊരു കുട്ടി തന്നെയാണെന്നും അതല്ലാതെ വലിയ കുട്ടിയൊന്നും ആയിട്ടില്ല അവളെന്ന തോന്നലാണ് തനിക്കുള്ളതെന്നും സലീം കൊടുത്തൂർ പറയുന്നു. പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴും എല്ലാവരും ഹന്നമോളെ കുറിച്ച് തന്നെയാണ് തന്നോട് ചോദിക്കാറുള്ളത്. അവരോടും ഈ ഒരു വിശേഷത്തെ പറ്റി പറയുമ്പോൾ ഹന്നമോൾ ചെറിയ കുട്ടി തന്നെയാണെന്നാണ് അവരുടെയും അഭിപ്രായം എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് സലീം കൊടുത്തൂർ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മകളുടെ കല്യാണം നടത്താൻ എന്ന് കൂടി സലീം കൊടുത്തൂർ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ മകൾക്ക് കല്യാണത്തോട് താല്പര്യമില്ലെന്നാണ് പറയുന്നതെന്നും സലീം കൊടുത്തൂർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പാനെ നോക്കാൻ വേണ്ടി കല്യാണം കഴിക്കില്ല എന്നാണ് ഹന്ന പറയുന്നതെന്നാണ് സലീം കൊടുത്തൂർ പറയുന്നത്. എങ്കിലും മകളുടെ വിവാഹപ്രായമാകുമ്പോൾ അടിപൊളി ഒരു ചെക്കനെ കണ്ടെത്തി മകളെ കല്യാണം കഴിപ്പിക്കുമെന്ന് സലീം കൊടുത്തൂർ പറയുന്നുണ്ട്. ഒരു മണവാട്ടിയെ പോലെ തന്നെയാണ് ഹന്നമോളെ സുന്ദരിയാക്കിക്കൊണ്ട് ഒപ്പനയുടെ അകമ്പടിയോടുകൂടി ഈ ഒരു ചടങ്ങിനെ കൊണ്ടുവന്നെത്തിയത്. ഹന്നെ ആനയിച്ചു കൊണ്ടുവരുന്നതാകട്ടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. ഹന്നയ്ക്ക് മധുരം കൊടുത്തും സമ്മാനങ്ങളും ഒക്കെ നൽകി തന്നെയാണ് ഈ ചടങ്ങ് ഇവർ മനോഹരമാക്കി മാറ്റിയത്. മകൾക്ക് കിട്ടിയ സമ്മാനങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി വരാമെന്നാണ് സലീം കൊടുത്തൂർ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. അതേസമയം ഗായകനായ സലീം കൊടുത്തൂറും മകൾ ഹന്നമോളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. മകളുടെ വിശേഷങ്ങളെല്ലാം തന്നെ സലീം കൊടുത്തൂർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നതും സ്ഥിരമാണ്. ശാരീരിക വിഷമതകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന വ്യക്തിത്വമാണ് ഹന്നമോളുടേത്. ജീവിതത്തിൽ ഇന്നുവരെയും മകളെ ഓർത്ത് താൻ സങ്കടപ്പെട്ടിട്ടില്ല എന്നാണ് സലീം കൊടുത്തൂർ പറയാറുള്ളത്. സന്തോഷവും അഭിമാനവും മാത്രമേ തനിക്ക് ഹന്നമോളെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നാറുള്ളൂ. ജീവിതത്തിലെ പുണ്യം തന്നെയാണ് തന്റെ മകൾ ഹന്നമോൾ എന്നാണ് സലീം കൊടുത്തൂർ പറയാറുള്ളത്. മകൾ പുണ്യമാണെന്ന് മാത്രമാണ് താൻ കരുതിയിട്ടുള്ളത്. തുടക്കത്തിൽ സഹതാപത്തിന്റെ കാഴ്ചകൾക്കിടയിലൂടെയായിരുന്നു തന്റെ മകളുടെ സഞ്ചാരം എന്നുകൂടി ഒരു അഭിമുഖത്തിൽ സലീം കൊടുത്തൂർ പറഞ്ഞിരുന്നു. ദൈവത്തിന്റെ പരീക്ഷണമാണിത്, അതുമായി പൊരുത്തപ്പെടുക എന്നതല്ലാതെ വേറൊന്നും ചെയ്യുവാനില്ല എന്നായിരുന്നു ആളുകൾ മുൻപൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെ പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ പിൽക്കാലത്ത് തിരുത്തി പറയിക്കുവാൻ തന്റെ മകൾക്ക് കഴിഞ്ഞു. ദൈവം തന്ന മാലാഖയാണ് തന്റെ മകളെന്നാണ് താൻ അഭിമാനത്തോടെ പറയാറുള്ളതെന്നും സലീം കൊടുത്തൂർ പറഞ്ഞിരുന്നു. മകളുടെ പാട്ടുകളും മകളുടെ പരിപാടികളുടെയും മറ്റു വിശേഷങ്ങളും എല്ലാം തന്നെ സലീം കൊടുത്തൂർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. മാത്രമല്ല ലോകം തെറ്റായി കരുതിയില്ലായിരുന്നുവെങ്കിൽ താൻ തന്റെ മകളുടെ കാലിൽ വീണ് നമസ്കരിച്ചേനെ എന്നുവരെ ഇടയ്ക്ക് സലീം കൊടുത്തൂർ പറഞ്ഞിരുന്നു. സലീം കൊടുത്തൂറിന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. അതായിരുന്നു ഹന്നമോൾക്ക് വിനയായി മാറിയത്. ഗർഭപാത്രത്തെ അത് ബാധിച്ചു. ജനിച്ച സമയത്ത് 48 മണിക്കൂർ മാത്രമായിരുന്നു ഹന്നമോൾക്ക് ആയുസ് പറഞ്ഞത്. എന്നാൽ പക്ഷെ പറ്റാവുന്ന രീതികളിലെല്ലാം ട്രീറ്റ്മെന്റ് എടുത്താണ് തന്റെ മകളെ രക്ഷിച്ചതെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സലീം കൊടുത്തൂരിന് ഹന്നയെ കൂടാതെ സിനാൻ എന്ന പേരുള്ള മൂത്ത ഒരു മകൻ കൂടിയുണ്ട്. സിനാനും ഗായകനാണ്. സിനാൻ പാടുന്ന വീഡിയോകളും സലീം കൊടുത്തൂർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവെക്കാറുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.